ഹായ് നമസ്കാരം. ഏവർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പുതുവത്സര ആശംസകൾ നേരുകയാണ്. നമ്മൾ 2024 കടന്നു കഴിഞ്ഞു. ഏതൊരു പുതുവർഷം വരുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങൾ, കുറേ സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കണം. നല്ല ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം. കുറേ സാമ്പത്തികപരമായിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ നേടിയെടുക്കണം. കുറേ ഹോബികൾ ഉണ്ടാക്കിയെടുക്കണം. കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. ഏതൊരു ആഗ്രഹം എടുത്താൽ പോലും ആ ആഗ്രഹത്തിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു ഘടകമാണ് പണം എന്ന് പറയുന്നത്. ഈ പണം അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ പണം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിട്ടാണ് എല്ലാ ആൾക്കാരും കാണുന്നത്. എന്നാൽ ഈ ഒരു പണത്തെ നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിൽ മീൻസ് ഒരു 90 ഡേയ്സിൽ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. 90 ഡേയ്സ് ആണ് നമുക്കുള്ള ടൈം. എങ്ങനെ ഈ ഒരു പണം അച്ചീവ് ചെയ്യണം? പലരുടെയും ആഗ്രഹം 10 ലക്ഷം രൂപ വേണമെന്നായിരിക്കും. ചിലർക്ക് 1 crore വേണ്ടി വരും, ചിലർക്ക് 1 ലക്ഷം മതിയാവും, ചിലർക്ക് 5 ലക്ഷവും മതിയാവും. എന്തിനാണ് ഈ ഒരു പണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് യാത്ര പോകാനായിരിക്കും, ഏതെങ്കിലും ബിസിനസ് തുടങ്ങാനായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല ഹോബീസിനായിട്ടും പല സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പണം മാറ്റി വെക്കേണ്ടി വരും. ഇനി എങ്ങനെ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു ഫിഗർ, വലിയൊരു എമൗണ്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക, സ്വന്തമായിട്ടൊരു ജോലി ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ്സിലൂടെ മാത്രമേ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞത് 90 ഡേയ്സ് ആണ്. ഇവിടെ ഒരു ബിസിനസ് നടന്നാൽ മാത്രമാണ് നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 90 ഡേയ്സ് കൊണ്ട് നമ്മൾക്ക് ഈ ഉള്ളൊരു എമൗണ്ട് നമുക്കൊരു 1 lakh അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഈ 1 lakhന് നമ്മൾ 90 ഡേയ്സ് സമയം ഇടുക. ടൈം ഡ്യൂറേഷൻ 90 ഡേയ്സ്. അച്ചീവ്മെൻറ്റ് എത്രയാണ്? ടാർഗറ്റ് എന്ന് പറയുന്നത് 1 lakh rupees. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തൊക്കെ ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് കുറേ ബിസിനസ് മോഡലുകൾ നമ്മൾ പഠിക്കുക. ബിസിനസ് മോഡൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലുള്ള അറിവ്, നമ്മൾക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമ്മൾക്ക് എന്തൊക്കെ ഡിവൈസുകളുണ്ട്, എന്തൊക്കെ ടെക്നോളജീസ് നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ നമ്മളൊരു പേപ്പറിനകത്ത് നോട്ട് ചെയ്യുക. ലൈക്ക് ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഡ്രോയിങ് സ്കില്ലുണ്ട്, എനിക്ക് നന്നായിട്ട് ഒരു സിംഗിങ് എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് കോഡിങ് അറിയാം, ഡിസൈനിങ് അറിയാം, എഡിറ്റിംഗ് അറിയാം. എന്തെങ്കിലും ഒരു സ്കില്ല് എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു സ്കില്ലും അവിടെ എഴുതി വെക്കുക, നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ല്. അപ്പോൾ നമ്മുടെ എത്ര ഡ്യൂറേഷനായി, അതുപോലെ നമ്മുടെ ടാർഗറ്റഡ് എമൗണ്ട് ആയി, 3 നമ്മുടെ സ്കില്ലായി, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡിവൈസുകളുണ്ട്, ലൈക്ക് ടെക്നോളജി പരമായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണുണ്ട്, ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനുള്ള മൈക്കുകളുണ്ട്, വീഡിയോ എടുക്കാനുള്ള ക്യാമറയുണ്ട്, അങ്ങനെ എന്തൊക്കെ സാധനം, കമ്പ്യൂട്ടറുണ്ട്, എല്ലാ സാധനങ്ങളും ഡിവൈസുകൾ എഴുതിയെടുക്കാം. ഇതെല്ലാം കൂടി ഈ 3-4 കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ബിസിനസ്സാണ് എനിക്ക് സ്യൂട്ടബിൾ എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. അതിനായിട്ട് ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ പല പേജുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഐഡിയകൾ കിട്ടും. അതിൽ ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും. അപ്പോൾ ബിസിനസ് ഐഡിയാസ്, 100 ബിസിനസ് ഐഡിയാസ്, 1000 ബിസിനസ് ഐഡിയാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓരോ ബിസിനസ് ഐഡിയകളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നല്ല നല്ല വീഡിയോകൾ, ഈ ബിസിനസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള നല്ല നല്ല വീഡിയോകൾ കണ്ടെത്തിയിട്ട് യൂട്യൂബിനകത്ത് ഫ്രീ ആയിട്ട് നമ്മളാണ്, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റും, മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. ഈ വീഡിയോകൾ നോക്കിയിട്ട് നമ്മുടെ സ്കില്ല് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുക, നമുക്ക് നിലവിലുള്ള സ്കില്ലിനെ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഐഡിയ, ആ ഒരു കഴിവ്, അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് ലേൺ ചെയ്യുക, പഠിക്കുക എന്നതാണ് നമ്മൾക്ക് ഈ 90 ദിവസത്തിൽ 1 മുതൽ 30 ദിവസം വരെ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനകത്ത് കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ചില സമയത്ത് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വാങ്ങിക്കേണ്ടി വരും. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പഠിക്കുക എന്നതാണ് ആദ്യത്തെ കടമ. അത് 1 മുതൽ 30 ദിവസം വരെ അതിന് സമയം ഉണ്ടാക്കാം. അങ്ങനെ 1 മുതൽ 30 ദിവസം കഴിഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചിട്ടയോടുകൂടി പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് 30 to 60 ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ, അതായത് 2ാമത്തെ മാസം, നിങ്ങൾ ഈ സ്കില്ല് അപ്ലൈ ചെയ്യുക. നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, ഇത് കംപ്ലീറ്റ് സ്കില്ല് അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക, സ്കില്ല് പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നോക്കുക. പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്യുക, പല ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ, നമ്മളുടെ സ്വന്തം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, അതിൽ നമ്മൾ എന്ത് വന്നാലും ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ഫെയിലിയർ ആവും. കാരണം വെച്ചാൽ 100% ഒരാളും സക്സസ് ആവാറില്ല. എല്ലാവരും ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ, അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ഒരു ഫെയിലിയർ ആണ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് എറർ ഉണ്ടാവും. അപ്പോൾ ആ എറർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുക.
അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു മാസം നമുക്ക് സമയമുണ്ട്. ഈ സമയത്ത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആ രണ്ടാമത്തെ മാസം ചെയ്ത് പഠിക്കുകയാണ്. ഫസ്റ്റ് മാസം നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടു പഠിക്കുകയാണ്, അടുത്ത മാസം നമ്മൾ ഇത് ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ 60 to 90 ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിലേക്കകത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത് പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലീറ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡി, അതിൻ്റെ ഐഡിയാസ്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ്ലി നമ്മളത് ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ്. ആ ബിസിനസ് നമ്മൾ തുടങ്ങുക. അടുത്ത 60 മുതൽ 90 ദിവസം ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് റവന്യൂ ബിൽഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡിലേക്ക് മാറുകയാണ്. അവിടെ റവന്യൂ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. സോ അവിടെ വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആരംഭിക്കുകയാണ്. അത് ഏത് ഫീൽഡാണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, റീസെല്ലിംഗ് ഓർ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്, ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഓർ യൂട്യൂബ് ഇൻഫ്ലുവൻസർ, ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസർ, എന്ത് മേഖലയാണെങ്കിൽ ഏതൊരു മേഖല എടുത്താലും നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് അച്ചീവ്മെൻറ്റ് ഈ 90 ഡേയ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ 90 ഡേയ്സും നമ്മൾ ചെയ്യേണ്ടത് ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മൾ ഇതിനൊരു ടൈം അലോക്കേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ആ സമയത്ത് ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ ഒരു ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്തു അടുത്ത ദിവസം ചെയ്യുന്നില്ല, അത് നാളത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഒരു ദിവസം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സും ആ ഐഡിയയും ആ ലക്ഷ്യം കംപ്ലീറ്റ് ഫ്ലോപ്പാണ്. നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ ഡെസ്പായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ, നമ്മുടെ പ്രോജക്റ്റ് ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം ആ ഒരു ടൈം എല്ലാം അതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം 2024 ധന്യമാവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാ ആൾക്കാരുടെ ഹൃദ്യമായ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.